ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം നടത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ. രാവിലെ 8 മണി മുതൽ 10 മണി വരെ ദർശനത്തിന് നിയന്ത്രണവും ഉണ്ട്. വിവരങ്ങൾ നൽകാനായി സാനു കെ സജീവാണുള്ളത്. സാനു, എങ്ങനെയാണ്, വലിയ നിയന്ത്രണമൊക്കെയാണ് ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? രാഖി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നിലവിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതായത് രാവിലെ 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ നേരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന്, അതായത് ഭക്തരുടെ ദർശനത്തിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം 8:40 ഉപരാഷ്ട്രപതി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 9 മണിയോടുകൂടി, അതായത് 8:40 അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങി കഴിഞ്ഞാൽ 9 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തും, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തുമെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സമയത്ത്, ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന്റെ പരിസരത്തും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഇന്നലെ വൈകിട്ട് മുതൽ ഗുരുവായൂർ ക്ഷേത്രവും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളും പോലീസിന്റെ ബന്ദോബസ്തിൽ തന്നെയാണ്. അതായത് ക്ഷേത്ര ദർശനം കഴിയുന്നവരെ, അതായത് ഉപരാഷ്ട്രപതിയുടെ ഗുരുഭവനപുരിയിലെ ദർശനം കഴിയുന്നതുവരെ പൂർണ്ണമായിട്ട് ഈ പ്രദേശത്ത് നിയന്ത്രണം ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ 2 മണിക്കൂർ നേരം തീർത്ഥാടകർക്ക്, അതായത് ഭക്തർക്ക് കർശന നിയന്ത്രണം ക്ഷേത്രത്തിനുള്ളിൽ ഏർപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തെക്കേ ഗോപുരനടയുടെ ശ്രീവത്സത്തിലാണ് അദ്ദേഹം എത്തുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങിയതിന് ശേഷം ശ്രീവത്സത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം ആണ് ക്ഷേത്രത്തിലേക്ക് എത്തുക. തുടർന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ടും തെക്കേ നടയിലുള്ള ഇരുഭാഗങ്ങളിലുള്ള കടകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കടകൾ തുറക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭാഗത്തൂടെ ഈ കടകൾ അടക്കം തുറക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോകുന്നതും വരുന്നതുമായ വഴികളിലും വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വാഹനങ്ങൾ പാർക്കിങ്ങിനോ അല്ലെങ്കിൽ വലിയ ഭാരം കയറ്റിയ വാഹനങ്ങൾ വരുന്നതിനോ നിലവിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട്, ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുരക്ഷാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ്. 8:40 അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. തുടർന്ന് ശ്രീവത്സത്തിലെത്തുകയും അവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സാനു, ഈ ക്ഷേത്ര ദർശനം എന്നതിലുപരി മറ്റെന്തെങ്കിലും പരിപാടികൾ ഇന്ന് അവിടെ നടക്കുന്നുണ്ടോ? എപ്പോഴായിരിക്കും അദ്ദേഹം മടങ്ങുക? നമ്മൾക്കറിയാൻ സാധിക്കുന്ന 2 മണിക്കൂർ സമയമാണ് ഇവിടെ ഈ ക്ഷേത്ര ദർശനവും ഈ മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപതി ഗുരുവായൂരിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ഔദ്യോഗിക പരിപാടികളെല്ലാം കൊച്ചിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ നേരമാണ് അദ്ദേഹം ഗുരുവായൂർ ചെലവഴിക്കുക. അതായത് ക്ഷേത്ര ദർശനത്തിന് മാത്രമായിട്ട് ഏകദേശം 45 മിനിറ്റ് ആവും അദ്ദേഹം ചെലവഴിക്കുക. അതിനുശേഷം ഇവിടുന്ന് മടങ്ങും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആ സമയത്താണ് ഇവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 മണിക്കൂർ സമയം, അതായത് ചോറൂണ്, അതായത് രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ചോറൂണിനും അതേപോലെ തന്നെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾക്കും ക്ഷേത്രത്തിൽ നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള ക്യൂ സംവിധാനങ്ങളും ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഈ ഒരു 7 മണി മുതൽ 10 മണി വരെയാണ് സുരക്ഷയെങ്കിലും 2 മണിക്കൂർ സമയമാണ് ഭക്തർക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകുക. 8 മുതൽ 10 വരെയാകും ഈ ഭക്തർക്ക് നിയന്ത്രണമുള്ളത്. ഈ 45 മിനിറ്റോളമാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും ചെലവഴിക്കുക എന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. രാഖി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിലാണ് അദ്ദേഹം എത്തുക. ഉപരാഷ്ട്രപതി 9 മണിയോടെ ക്ഷേത്ര ദർശനം നടത്തും.